എന്താനിയാ എന്റെ ആൾക്കാരെയൊക്കെ അടിച്ച് ആ വീഡിയോ വെച്ച് എന്നെ കൊടുക്കാമെന്ന് നോക്കിയല്ലേ? പാവം ചെറിയ കുട്ടികളല്ലേ സാർ, അവരൊന്നും ചെയ്യില്ല, വിട്ടേക്കണം സാർ. ഞാനെടുത്ത വീഡിയോ ഇതിലുണ്ട്, പ്ലീസ് അവരെ വിട്ടേക്കണം സാർ. എന്റെ അച്ഛനെ എപ്പോഴും ഒരു കാര്യം പറയും, ഈ കത്തിയില്ലേ കത്തി, ആ കത്തി വെച്ച് പച്ചക്കറി അരിഞ്ഞാലേ അതിനൊരു വിലയും കാണില്ല. ആ കത്തി വെച്ച് കഴുത്ത് വെട്ടിയാലോ എല്ലാവരും തൊഴും. അതുകൊണ്ട് നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. എന്റെ വഴി കുറുക്ക വരുന്നവരെ ഞാൻ കൊല്ലാതെ വിട്ടിട്ടില്ല. മുംബൈ സിറ്റിക്ക് പുറത്ത് 25 വയസ്സുള്ള ഗൗതമിന്റെ വണ്ടിയിൽ കാർ വന്നിടിച്ചത് കൊണ്ട് സംഭവ സ്ഥലത്ത് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. കണ്ടോ മോളെ, അവനിങ്ങനെ ചിരിക്കുന്നെന്ന് നോക്ക്. അവൻ നമ്മളെ വിട്ടു പോയി മോളെ, നമ്മളെ വിട്ടു പോയി. ദൈവത്തിന് ആ ചിരി ഇഷ്ടായില്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ കാണിക്കാതെ അവനെ കൊണ്ടുപോയത്. ഇവ വളരെ നല്ലവനാണ് മോളെ. സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം, അനീതിക്കെതിരെ പോരാടണം എന്നൊക്കെ ഇവന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു മോളെ. നല്ലവരെ ജീവിക്കാൻ സമ്മതിക്കില്ല മോളെ, അതുകൊണ്ടാ കൊന്നു കളഞ്ഞത്. അവൻ മാത്രമല്ല മോളെ മരിച്ചത്, അവരോടൊപ്പം ചേർന്ന് ഞങ്ങളെല്ലാവരും മരിച്ചു മോളെ. ഒന്നിച്ചങ്ങ് മരിച്ചു. ഞങ്ങളെയൊക്കെ ഒപ്പം ജീവച്ചവമായി. മോളെ രേഖ, എനിക്ക് ഞങ്ങളുടെ കൂടെ താമസിച്ചൂടെ? അവനെ ഞങ്ങൾ വീട്ടിൽ കാണുമ്പോഴേ നോക്കങ്കൾ, ഗീതയുടെ മനസ്സിൽ എന്താ ഉള്ളെന്ന് വെച്ചാ, ഇവൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും ഗൗതമിന്റെ ഓർമ്മ കാരണം മനസ്സ് വേദനിച്ച് സമാധാനമായി ജീവിക്കാൻ പറ്റില്ല. നിങ്ങളൊന്നും വിചാരിക്കില്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളെ മാറി നിൽക്കാം, എന്നിട്ട് തിരിച്ചു വരാം.